ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ചുമ്മാ ഇരുന്നപ്പോഴാണ് ഒരു ലോൺ ഉൾപ്പും കാര്യങ്ങളൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അങ്ങനെ എൻ്റെ കയ്യിൽ ഞാൻ 2v2 ആണ് ഇട്ടത്. സോ ഗൈസ്, അപ്പം വേറൊരു പാർട്ട്ണറായിട്ട് വേറെ ഒരുത്തം വന്നതായിരുന്നു. സോ ഗൈസ്, അവൻ നല്ല ഫസ്റ്റ് തന്നെ റെസ്റ്റ് അടിച്ച് പോയാണ്. പിന്നെ ഫസ്റ്റ് കൊണ്ട് ഇട്ടത് UMP ആണ് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് കിട്ടിയതിന് എനിക്ക് കുറച്ച് ഡാമേജ് കൊടുത്തായിരുന്നു. ബട്ട് ഗൈസ്, എൻ്റെ പാർട്ട്ണർ വന്നിട്ട് അവനെ കൊന്നു കളഞ്ഞ് എലിമിനേറ്റ് ആയിപ്പോയി ഗൈസ്. ഓക്കെ, എൻ്റെ പാർട്ണർ ഭയങ്കര ആക്റ്റീവാണ്, റഷൊക്കെ അടിച്ച് കയറിയാണ് ഗൈസ്. ഓക്കെ, പിന്നെ സെക്കൻഡ് എനിമിനെ ഞാൻ തന്നെ ബൈ തന്നെ എടുത്തായിരുന്നു. കുറച്ച് ഡാമേജ് കൊടുത്തപ്പോൾ തന്നെ അവൻ വീഴുന്നതായിരുന്നു, കാരണം മറ്റവൻ കൂടുതൽ ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ എനിക്കൊരു കില്ല്, അവനൊരു കില്ല്. ഫസ്റ്റ് റൗണ്ടിൽ സോ ഗേസ്. ഓക്കെ, എന്തായാലും ഹാപ്പിയാണ്. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ആയിട്ടുണ്ട് ഗേസ്. ഓക്കെ, എന്തായാലും ഇതിലും UMP ആണ്, സിംഗിൾ UMP. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ ഒരു ട്രൈ ചെയ്ത് വരച്ച് ചാടി ഒന്ന് വീണ് കുത്തിപ്പിടിച്ചു. ഓക്കെ, ബട്ട് അവൻ തലക്കെട്ട് അടിച്ചത്. സോ ഗേസ്, ഈ റൗണ്ടിൽ പാർട്ണർ എങ്ങനെ പെട്ടെന്ന് ചത്ത് ഗേസ്. ഓക്കെ, പിന്നെ വേറൊരു എലിമെൻ്റായിരുന്നു കുത്തിപ്പിടിച്ചിട്ട് ഗേസ്. അപ്പോഴത്തേക്ക് ഞാനേ നോക്കായിപ്പോയി. സോ അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ 1v1. ഓക്കെ, ഓരോ ടീമിനും ഓരോ പോയിന്റ് വെച്ചാണ് കിട്ടിയത്. അടുത്ത തേർഡ് റൗണ്ടാണ് ഗേസ്. ഓക്കെ, ഈ റൗണ്ടിൽ നമ്മളെടുക്കും അവരെടുക്കുമെന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ട് ഗേസ്. ഓക്കെ, നിങ്ങൾക്ക് അഭിപ്രായം ഇതുവരെ കണ്ടതിൽ അഭിപ്രായം പറയാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഗേസ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് അടിക്കുക, ആര് ജയിക്കുമെന്ന്. സോ ഗേസ്, ഈ ഒരു റൗണ്ട് വന്നപ്പം എന്താ ഈഗിൾ ഡെസേർട്ടാണ് കിട്ടിയത്. ഡെസേർട്ട് ഈഗിൾ. ഓക്കെ, അപ്പം ഞാൻ റൈറ്റ് കയറി എൻ്റെ പറഞ്ഞാൽ അവൻ ലെഫ്റ്റ് കയറി റെസ്റ്റ് അടിച്ച് പോയിട്ട് ഗേസ്. ബട്ട് അവൻ ഓപ്പോസിറ്റിൽ നിന്ന് രണ്ടുപേരും ഒരുമിച്ചാണുണ്ടായിരുന്നു ഗേസ്. ഓക്കെ, ഞാൻ മാക്സിമം കുത്തിപ്പിടിച്ചിടാൻ നോക്കി. ബട്ട് എനിക്ക് ഒരുത്തിന് കുറച്ച് ഡാമേജ് ഒരുത്തിന് ഗേസ്. അപ്പോഴത്തേക്ക് എൻ്റെ പാർട്ണർ ചത്തുകൊണ്ട് ഞാൻ പിന്നെ കവർ എടുത്തിട്ട് ബാക്കിലോട്ട് ഓടി ഗേസ്. ഓക്കെ, കുറച്ച് ബാക്കിലോട്ട് വരഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴത്തേക്ക് അതിൽ ഒരുത്തം വന്നിട്ട് താഴോട്ട് ചാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചിലതിന് ട്രാപ്പ് കൊടുത്തപ്പോൾ അതിൽ അവൻ പെട്ട് അവൻ നിന്നപ്പോൾ ഞാൻ 2 ഡാമേജ് കൊടുത്തപ്പോൾ തന്നെ അവൻ വീഴുന്നായിരുന്നു. സോ ഗേസ്, ഇനി ഒരുത്തനേ ഉള്ളൂ. അവൻ ചാടി വന്നിരുന്നു. അവന് ജസ്റ്റ് ഒരു ഡാമേജ് കൊടുത്തപ്പോൾ തന്നെ അവൻ വീഴുന്നായിരുന്നു ഗേസ്. ഓക്കെ, സെക്കൻഡ് റൗണ്ട് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് ഗേസ്. ഓക്കെ, 1v2 ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ കാത്തിരിക്കണം, സബ്സ്ക്രൈബ് അടിക്കുക. ഓക്കെ, സ്കൂൾ കഴിക്കാം. ഓക്കെ, അപ്പം അടുത്ത് ഫോർത്ത് റൗണ്ടിൽ വന്നപ്പം ഫസ്റ്റ് തന്നെ റഷ് അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു ഗേസ്. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ തന്നെ അവർ ഒരുമിച്ച് ആ ഒരു പൊസിഷനിൽ വന്നായിരുന്നു ഗേസ്. ഓക്കെ, ഞാൻ പിന്നെ എൻ്റെ കയ്യിലുള്ള ഫ്രീസറൊക്കെ എടുത്ത് അവന്മാരെ ഓടിപ്പിക്കാൻ നോക്കിയായിരുന്നു. ബട്ട് അവന്മാർ ഒരുത്തം ഓടി ഗേസ്, ഒരുത്തിനെ കാണാനില്ലായിരുന്നു. അവൻ അതിൻ്റെ അടുത്തതിന് നല്ലൊരു ഡാമേജ് എനിക്ക് തന്നായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പം നമ്മൾ 2v, അവൻ 1 ഗേസ്. എൻ്റെ പാർട്ണർ തന്നെ കൊന്നിട്ടുണ്ടായിരുന്നു. സോ ഗേസ്, അങ്ങനെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഗേസ്. ഓക്കെ, അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഈ റൗണ്ട് അവൻ തന്നെ എല്ലാം എടുത്ത് ഗേസ്. ഓക്കെ, അങ്ങനെ ഫോർത്ത് റൗണ്ട് നമ്മൾ തന്നെ കമ്പാക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗേസ്. ഓക്കെ, ഇനി ഒരു 2 റൗണ്ടും കൂടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബുയ കിട്ടും. സോ ഗേസ്, അന്ന് ഇതുവരെ കണ്ടതിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചേക്കാം. സോ ഗൈസ്, ആ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഗൈസ്. ഇത്രയും ചെറിയ മാപ്പാണ് ഗൈസ്, ഓടുമ്പോൾ വലിയ മാപ്പ് പോലെ തോന്നും. സോ ഗൈസ്, എന്തായാലും ഈ ഒരു മാപ്പിൻ്റെ ഐഡിയ കിട്ടിയതുകൊണ്ട് തന്നെ കിട്ടിയ കണ്ടെടുത്തോണ്ട് ഞാൻ ഓടി ഗൈസ്. MP5 ആണ് കിട്ടിയത്. MP5 വരെ കുത്തിപ്പിടിക്കുന്ന ഒരു ഷോർട്ട് റേഞ്ച് അതാണ്. ബട്ട് ഈ റൗണ്ടിൽ എന്നെ നമ്മൾ രണ്ടുപേരും അവന്മാർ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അവന്മാർ കംബാക്ക് വന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ 3v2. ഓക്കെ, 3 vs 2 ഗൈസ്. ഓക്കെ, അവന്മാർക്ക് 2 4 3 ഗേസ്. ഓക്കെ, അപ്പോൾ ഈ റൗണ്ട് നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ടായപ്പോൾ തന്നെ നമ്മുടെ ഏകദേശം ഞാൻ കുറച്ചുകൂടെ പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാക്ക് കീപ്പ് ചെയ്യാൻ അടിച്ചിട്ട് ഇടയിൽ കൂടെ പോകുന്നില്ല. സോ ഗേസ്, ആ സമയം കൊണ്ട് എൻ്റെ പാർട്ണർ അവനെയും കൊണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് വിക്ടറി എടുത്തിട്ടുണ്ടായിരുന്നു ഗേസ്. ഓക്കെ, ബട്ട് ഇപ്പോഴും കില്ലിൻ്റെ കാര്യത്തിൽ ഞാനാണ് ലീഡ് ചെയ്യണത്. പിന്നെ ഈ സമയത്ത് എനിക്കാണ് ഗണ്ണെടുക്കേണ്ട ചാൻസ് കിട്ടിയത്. ഓക്കെ, ഇനി ഒരു റൗണ്ട് എടുത്താൽ മതി, നമ്മൾ ബുയി അടിക്കും. സോ ഗേസ്, ഞാൻ സ്നൈപ്പറും കാര്യങ്ങളൊക്കെ എടുത്തത്. ഓക്കെ, ഞാൻ സ്കോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവന്മാരൊന്നും കണ്ടില്ല, അവന്മാർ വെളിയിൽ വന്നില്ല ഗേസ്. പക്ഷേ ഇങ്ങനെ അടി കിട്ടുമോ ഒരു ഔട്ടാണ്. ഓക്കെ ഗേസ്, ഒരു 123 കൊടുത്തിട്ടുണ്ടായിരുന്നു ഗേസ്. ഓക്കെ, പിന്നെ റീലിലൂടെ ചെയ്തിട്ട് റൈറ്റിലോട്ട് ഓടി. അപ്പോഴത്തേക്ക് അവന്മാർ അവിടെ വന്ന് പോസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം അടിച്ചു വരുന്നതിന് വീണ്ടും അടിച്ചപ്പോൾ അവൻ ചത്ത് ഗേസ്. ഓക്കെ, പിന്നെ അവൻ്റെ പാർട്ണർ വന്നിട്ട് പിന്നെ അടിക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് ഞാൻ ഒരു ഫ്രീസർ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് നല്ല രീതിക്ക് ഒരു അടി കൊണ്ടായിരുന്നു ഈ ചോവേസ്. അവനെ ബെഡ് കാനലൊക്കെ അടിച്ചിട്ട് അവനെ ഒരടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരടി കൊടുത്ത ചാവും കേസ്. ഓക്കെ, ആ രണ്ടാമത്തെ അടി ഹെഡിലാണ് കൊണ്ടത്. 600 ഡാമേജൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു റൗണ്ട് നമ്മൾ പോയി എടുത്തിട്ടുണ്ടായിരുന്നു കേസ്. ഫൈനലി നമ്മൾ പോയി എടുത്തിട്ടുണ്ട് കേസ്. എങ്ങനെ കുത്തിപ്പിടിച്ചെടുത്തതാണ്.
സോ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് അടിക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് അടിച്ച് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ഗൈസ്. സബ്സ്ക്രൈബ്.